CPM-ൽ കൂട്ടക്കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. CPM വിട്ട കൂടുതൽ നേതാക്കന്മാർ മറ്റ് പാർട്ടികളിൽ ചേരുകയാണ്. കാസർഗോഡ് CPM-ന്റെ മുൻ ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെ നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നുവെന്ന് നേതൃത്വം അറിയിച്ചു. CPM മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റി മുൻ അംഗവും മുൻ KSKTU ഏരിയ സെക്രട്ടറിയും നിലവിൽ CITU ജനറൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഫാറൂഖ് ഷെറിയയുടെ നേതൃത്വത്തിലാണ് നേതാക്കളും അനുഭാവികളും കോൺഗ്രസിൽ ചേർന്നതെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ പറഞ്ഞു. കൊലപാതക രാഷ്ട്രീയം നടപ്പാക്കിയും കൊലക്കുറ്റത്തിന് കോടതി ശിക്ഷിച്ച കുറ്റവാളികൾക്ക് സംരക്ഷണമൊരുക്കുന്ന CPM നടപടിയിൽ പ്രതിഷേധിച്ചും മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് നയത്തിൽ ആകൃഷ്ടരായുമാണ് നേതാക്കൾ ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഭാഗമായതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. CPM വിട്ടുവന്നവരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ DCC പ്രസിഡന്റ് PK ഫൈസൽ ഷാളണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. വർഷങ്ങളോളം മുട്ടം ബ്രാഞ്ച് സെക്രട്ടറിയും ബന്ദിയോട് ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന അഷ്റഫ് മുട്ടം, കുമ്പള ആരിക്കാടി PK നഗർ ബ്രാഞ്ച് സെക്രട്ടറിയും ബംബ്രാണ ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന ലത്തീഫ് PK നഗർ, ബന്ദിയോട് മുട്ടം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന റിയാസ് ആലക്കോട്, പാർട്ടി അംഗവും അനുഭാവികളുമായ D ബഷീർ, ജാവേദ് മുട്ടം, ലത്തീഫ് ഷെറിയ, മുഹമ്മദ് യൂസഫ് ഓണന്ത, ജാഫർ തങ്ങൾ, അബ്ദുള്ള പച്ചമ്പല, മുഹമ്മദ് മെർക്കട എന്നിവരാണ് കോൺഗ്രസിൽ ചേർന്നത്. സ്വീകരണ പരിപാടിയിൽ സേവദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി, DCC സെക്രട്ടറിമാരായ MC പ്രഭാകരൻ, സോമശേഖര ക്ഷേണി, M കുഞ്ഞമ്പു നമ്പ്യാർ, ഗീതാകൃഷ്ണൻ, നേതാക്കളായ DMK മുഹമ്മദ്, മഞ്ജുനാഥ് ആൽവ, M രാജീവൻ നമ്പ്യാർ, മനാഫ് നുള്ളിപ്പാടി എന്നിവർ പങ്കെടുത്തു. ഏതായാലും മംഗൽപാടി കുമ്പള CPM-ലെ കൂട്ടരാജി, CITU നേതാവടക്കം 11 പേർ കോൺഗ്രസിൽ ചേർന്നത് പാർട്ടിക്ക് വലിയ ചോദ്യമായി മാറിയിട്ടുണ്ട്. അവിടെ കൊണ്ടും തീർന്നില്ല. പുതിയ ഗവർണറുമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് CPM. വരും ദിവസങ്ങളിൽ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ആർലേക്കറും പിണറായി സർക്കാരിനെ പൊളിച്ചെടുക്കുമെന്ന് വ്യക്തമാവുകയാണ്. ആർലേക്കറുടെ കാവ്യ മനസ്സെന്നും പുള്ളിപ്പുള്ളിയുടെ പുള്ളി മായില്ലെന്നും വിമർശനവുമായി CPM ഇറങ്ങിയിരിക്കുകയാണ്. CPM-നെ ചൊടിപ്പിച്ചത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പൂർണ്ണാധികാരം തനിക്കാണെന്ന് ഗവർണർ പറഞ്ഞതാണ്. ശാഖയിലെ സർവാധികാരിയായി വാഴുന്നതിന് വിരോധമില്ലെന്നും കേരളത്തിൽ വേണ്ടെന്നും പരിഹാസം. ആർലേക്കറെ നമുക്ക് തുടങ്ങാമെന്നുള്ള CPM-ന്റെ വെല്ലുവിളിക്ക് ആർലേക്കറുടെ അതിശക്തമായ മറുപടി വരും ദിവസങ്ങളിൽ വ്യക്തം. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരെ കണ്ട് കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ നയം അറിഞ്ഞ ശേഷമായിരുന്നു ഗവർണർ നേരത്തെ അതിശക്തമായി പ്രതികരിച്ചത്. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ചുമതല ഗവർണർ കാണുന്നതിൽ രണ്ടഭിപ്രായമില്ലെന്ന് ഡൽഹിയിൽ ഗവർണർ പ്രഖ്യാപിച്ചതോടെയാണ് ഗവർണർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് CPM ഇറങ്ങിയത്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് K അനിൽകുമാറാണ് ഗവർണർക്കെതിരെ രംഗത്ത് വന്നത്. ആർലേക്കറുടെ കാവ്യമനസ് പുള്ളിപ്പുലിയുടെ പുള്ളി മായില്ല എന്ന തലക്കെട്ടിൽ അനിൽകുമാർ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പാണ് ഗവർണറോടുള്ള യുദ്ധപ്രഖ്യാപനം. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പൂർണ്ണ അധികാരം തനിക്കാണെന്ന് അദ്ദേഹം പറയുന്നു. അത് എവിടെ നിന്ന് കിട്ടി സാർ? നാഗ്പൂരിൽ നിന്നും സൃഷ്ടിച്ചതാണോ എന്നാണ് അനിൽകുമാർ ചോദിച്ചത്. താങ്കൾ കേരളത്തിലെത്തിയത് ഗവർണറായല്ലേ? അത് ഭരണഘടനയുടെ സൃഷ്ടിയാണ്. ഭരണഘടനയിൽ സംസ്ഥാന സർവകലാശാലകൾ ആർക്ക് ഭരണാധികാരമുള്ളതാണെന്ന് വ്യക്തമല്ലേ എന്നൊക്കെയാണ് അനിൽകുമാറിന്റെ ചോദ്യം. അനിൽകുമാറിന്റെ കുറിപ്പിലെ മറ്റ് പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ഭരണഘടനാ പ്രകാരം സംസ്ഥാന സർക്കാരുകളുടെ അധികാര പരിധിയിൽപ്പെട്ട എല്ലാ സർവകലാശാലകളിലും ഗവർണർ ചാൻസലർ ആയിരിക്കുമെന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നില്ല. ഗവർണർക്ക് ചാൻസലർ പദവി കിട്ടിയത് കേരള സംസ്ഥാന നിയമസഭ നിയമം നിർമ്മിച്ചതിനാൽ മാത്രം. അത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഗവർണർ അല്ലാതെ മറ്റൊരാളിനെ ചാൻസലറാക്കാൻ അതേ നിയമസഭയ്ക്ക് അധികാരമുണ്ട്. ആരാണ് ചാൻസലർ എന്ന് നിശ്ചയിക്കാൻ കേന്ദ്ര സർവകലാശാലകളിൽ പാർലമെന്റ് നിയമം പാസാക്കിയിട്ടുണ്ട്. ഒരു സർവാധികാരി വന്നിരിക്കുന്നു. ശാഖയിലെ സർവാധികാരിയായി വാഴുന്നതിന് വിരോധമില്ല. കേരളത്തിൽ വേണ്ട UGC ചട്ട ഭേദഗതിയാണോ ഉദ്ദേശിക്കുന്നത്? അതിനും UGCക്ക് എന്ത് അധികാരം? സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമത്തിന് മേലെയാണോ UGC ചെയർമാൻ? വേറെ പണി നോക്കാൻ പറയൂ, ആർലേക്കറെ നമുക്ക് തുടങ്ങാം എന്നാണ് അനിൽകുമാർ കുറിപ്പിൽ പറയുന്നത്. വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ഗവർണർക്ക് പരമാധികാരവും സർക്കാരിന് ഒരു റോളുമില്ലാത്ത പുതിയ കരട് നയം കഴിഞ്ഞ ദിവസം UGC പുറത്തിറക്കിയിരുന്നു. ഭരണഘടനയും സംസ്ഥാനങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ചുമതല ഗവർണർക്കാണ് നൽകിയത്. അവർ ചുമതലകൾ നിർവഹിക്കുന്നുമുണ്ട്. വിദ്യാഭ്യാസ മേഖല സ്വതന്ത്രമാകണം. ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ പരിഹരിക്കാമെന്നും ആർലേക്കർ വ്യക്തമാക്കിയിരുന്നു. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചതെന്ന് പ്രശംസിച്ച് സർക്കാരിനോടുള്ള തന്റെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കാനും ഗവർണർ മറന്നില്ല. PV അൻവറിന്റെ രാജിപ്രഖ്യാപനത്തെയും തൃണമൂൽ പ്രവേശത്തെയും പുറമെ അവഗണിക്കാനാണ് CPM തീരുമാനം. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ നടത്തിയ കടന്നാക്രമണത്തിന് പിന്നിൽ CPM ഉന്നത നേതൃത്വത്തിലെ ചിലർ ഉണ്ടെന്ന അൻവറിന്റെ വെളിപ്പെടുത്തൽ പാർട്ടി നേതൃത്വത്തെ അലോസരപ്പെടുത്തിയിരിക്കുകയാണ്. അവരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും നാളെ അത് ചെയ്യില്ലെന്ന ഉറപ്പ് അൻവർ നൽകുന്നില്ല. പാർട്ടിക്കകത്ത് പിണറായി വിജയനും പോലീസിനും എതിരെയുള്ള വികാരം അൻവറിലൂടെ പുറത്തു വന്നതാണെന്ന സൂചന ശക്തമായിരുന്നു. പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ച ഘട്ടത്തിൽ
മുഖ്യമന്ത്രിയെ ഉന്നമിട്ട് CPM-ലെ ഒരു വിഭാഗത്തിന്റെ കളിയാണ് അൻവർ നടത്തുന്നതെന്ന പ്രചാരണവും നടന്നു. അത് ശരിവെക്കുന്ന പ്രതികരണമാണ് അൻവറിൽ നിന്നും ഉണ്ടായത്. പോലീസിനും ശശിക്കുമെതിരെ പ്രതികരിച്ചത് CPM-ലെ ഉന്നത നേതാക്കൾ പറഞ്ഞിട്ടാണെന്നാണ് അൻവർ അവകാശപ്പെട്ടത്. ബംഗാളിൽ CPM-ന്റെ ബദ്ധവൈരികളായ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവാണ് ഇനി കേരളത്തിൽ PV അൻവർ എന്നതിനാൽ മമതാ ബാനർജിയുടെ നോട്ടം കേരളത്തിലേക്ക് ഉണ്ടാകുമെന്ന് CPM-ന് വിചാരിക്കേണ്ടി വരും. അൻവർ പുല്ലു പാർട്ടിയിലേക്കാണ് പോയതെന്ന് പരിഹസിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരുമെന്ന് വ്യക്തം. PV അൻവർ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമെന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി. പ്രതിപക്ഷ നേതാവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ താൻ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. അത്തരമൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. പുതിയ രാഷ്ട്രീയ അഭയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് അൻവർ അവതരിപ്പിച്ചത്. നിലനിൽപ്പിന് വേണ്ടി പ്രതിപക്ഷ നേതാവിനോട് മാപ്പ് ചോദിക്കുന്നതിനായി തന്റെ മുൻകാല ചെയ്തികളുടെ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് അൻവർ ശ്രമിക്കുന്നതെന്നും ശശി പറഞ്ഞു. നുണ പറഞ്ഞും നുണ പ്രചരിപ്പിച്ചും മാത്രം നിലനിൽക്കാൻ കഴിയുന്ന പരമദയനീയമായ അവസ്ഥയിലാണ് അൻവർ. ഇതിനു മുൻപും തികച്ചും അവാസ്തവവും സത്യവിരുദ്ധവുമായ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അൻവർ രംഗത്തെത്തിയിരുന്നു. വ്യാജ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. പ്രസ്തുത കേസിൽ അൻവറിനോട് നേരിട്ട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ശശി പറഞ്ഞു. തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്നുപോലും തെളിയിക്കാൻ കഴിയാത്തതിന്റെ ജാള്യതയിലും വീണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് സ്വയം പരിഹാസ്യരാവുകയാണ് അൻവർ. കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ അഭയകേന്ദ്രമായ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ച് അൻവർ നടത്തുന്ന ഹീനമായ നീക്കങ്ങൾ ജനം തിരിച്ചറിയുകയും തള്ളിക്കളയുകയും ചെയ്യും. അൻവറിന്റെ ഈ ആരോപണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ശശി പറഞ്ഞു. UDF അനുവദിച്ചാൽ പിണറായിക്കെതിരെ മത്സരിക്കുമെന്നും ഇളക്കം തട്ടാത്ത ഉറച്ച കോട്ടകൾ ഇന്നില്ലെന്നും PV അൻവർ. UDF അനുവദിച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെയും മത്സരിക്കുമെന്ന് PV അൻവർ. ഇക്കാര്യത്തിൽ ഒരു തർക്കവുമില്ലെന്നും അൻവർ പറഞ്ഞു. അടുത്ത തിരഞ്ഞെടുപ്പിലും പിണറായി മത്സരിച്ചേക്കും. അദ്ദേഹം എവിടെ മത്സരിക്കുന്നുവോ അവിടെ മത്സരിക്കാൻ തയ്യാറാണെന്നും അൻവർ പറഞ്ഞു. ഉറച്ച കോട്ടകളൊക്കെ പണ്ടായിരുന്നു. ഇളക്കം തട്ടില്ല, തൊടാൻ പറ്റില്ല എന്ന് പറയുന്ന കാലമൊക്കെ കഴിഞ്ഞെന്നും അൻവർ പറഞ്ഞു. ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. ഇപ്പോഴുള്ളതെല്ലാം ഇളകിയ കോട്ടകളാണ്, അടിത്തറ ഇളകിയ കോട്ടകൾ. പിണറായിയെ താഴെയിറക്കാനുള്ള പോരാട്ടത്തിനാണ് UDF-ന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ തുടരും. തനിക്ക് എത്ര സീറ്റ് വേണം, ആ സീറ്റ് വേണം എന്നൊക്കെ പറയാൻ കഴിയുമോ? അതൊക്കെ അവരാണ് മാന്യമായി പരിഗണിക്കേണ്ടതെന്നും അൻവർ പറഞ്ഞു. P. ശശി നിയമ നടപടി ആരംഭിച്ചിട്ട് കുറെ ആയല്ലോ എന്നും അൻവർ ചോദിച്ചു. കുറെ ഉണ്ടല്ലോ. മാനനഷ്ട കേസ്. അദ്ദേഹം കേരളത്തിൽ ആരംഭിച്ച സൈനിക നടപടി എല്ലാവരും കണ്ടല്ലോ. നൂറുകണക്കിന് പോലീസുകാരാണ് സൈറണിട്ട് വന്ന് വീട് വളഞ്ഞത്. ആകാശത്തേക്ക് വെടി വച്ചില്ലെന്നേയുള്ളൂ. തോക്കെടുക്കാൻ മറന്നിട്ടാണോ എന്നറിയില്ലെന്നും അൻവർ പരിഹസിച്ചു. ആലപ്പുഴയിൽ മുസ്ലിം ലീഗ് സെമിനാർ CPM പ്രതിനിധി G. സുധാകരൻ അവസാന നിമിഷം തീരുമാനം മാറ്റി, പങ്കെടുത്തില്ല. ആലപ്പുഴയിൽ ഭരണഘടനയും ന്യൂനപക്ഷ അവകാശങ്ങളും എന്ന വിഷയത്തിൽ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച സെമിനാറിൽ നിന്നാണ് അവസാന നിമിഷം G. സുധാകരൻ പിന്മാറിയത്. CPM വിലക്കിയാൽ പിന്മാറുന്നയാളല്ല G. സുധാകരൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുകഴ്ത്തി പരിപാടിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ രമേശ് ചെന്നിത്തല രംഗത്ത് വന്നു. പരിപാടിയിൽ പങ്കെടുത്തില്ലെങ്കിലും സുധാകരന്റെ മനസ്സ് ഇവിടെയുണ്ട്. G. സുധാകരനെ മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിയുടെ യോഗത്തിലും മറ്റ് യോഗങ്ങളിലും സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുസ്ലിം ലീഗിനെ മതേതരത്വം പഠിപ്പിക്കാൻ വരണ്ട. പിണറായി വിജയൻ ഹിന്ദു കാർഡ് ഇറക്കുകയാണെന്നും മതേതരം സംരക്ഷിക്കാൻ എന്നും മുന്നിൽ നിൽക്കുന്നത് മുസ്ലിം ലീഗാണെന്നും അദ്ദേഹം പറഞ്ഞു. CPM ജില്ലാ സമ്മേളനത്തിൽ G. സുധാകരനെ പൂർണ്ണമായും ഒഴിവാക്കിയത് വലിയ വിവാദമായിരുന്നു. ഇതിനിടെ മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക ദിനപത്രത്തിന്റെ പ്രചാരണ പരിപാടി ഉദ്ഘാടനവും വിവാദമായിരുന്നു. മുസ്ലിം ലീഗ് നേതാക്കളോട് സമ്മതം അറിയിച്ചിരുന്നെങ്കിലും പരിപാടിയിൽ നിന്ന് അവസാന നിമിഷം G. സുധാകരൻ പിന്മാറുകയായിരുന്നു. പങ്കെടുക്കാമെന്ന് G. സുധാകരൻ നേരത്തെ അറിയിച്ചിരുന്നുവെന്ന് ലീഗ് ജില്ലാ നേതൃത്വം പറയുന്നു. പങ്കെടുക്കരുതെന്ന് എന്തെങ്കിലും തിട്ടൂരം കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ലെന്നും ലീഗ് ജില്ലാ പ്രസിഡന്റ് AM നസീർ പറഞ്ഞു.